നമ്മൾ ഇന്ന് അഡ്വഞ്ചർ പാർക്കിൽ വിന്റർ ഗ്ലോ ലൈറ്റ് കാണാൻ പോണത്. വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം നമ്മള് എന്നാ ക്രിസ്മസ് ലൈറ്റ് കാണാൻ വേണ്ടി പോയായിരുന്നു. ഇപ്പൊ ഇത് വിന്റർ ഗ്ലോ ലൈറ്റ് കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ വൈകുന്നേരം 4 മണിക്കാണ് തുടങ്ങണേ. 4:30 പിന്നെ പിള്ളേര് കിടന്ന് ഉറങ്ങിപ്പോയി. ഇവിടെ അടുത്ത് തന്നെ ആയിരുന്നു, പക്ഷെ അവർ ഉച്ചയ്ക്ക് ഉറങ്ങണ ഒരു ശീലമുള്ളതുകൊണ്ട് രണ്ടുപേരും ഉറങ്ങിപ്പോയി. നമുക്ക് അഡ്വഞ്ചർ പാർക്കിൽ ചെന്നിട്ട് അവർ എഴുന്നേക്കുള്ളൂ, എന്നിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഓൾമോസ്റ്റ് എത്താറായിരുന്നു. അപ്പൊ നമ്മൾ അങ്ങനെ എത്തി. ഓക്കെ, ഇപ്പാണ് പുറത്ത് വെയിലൊക്കെ കാണുന്നുണ്ടെങ്കിലും നല്ല തണുപ്പാണ് കേട്ടോ. നമ്മൾ ഇവിടെയാണ് ഇവിടെ ഇത്തവണ കുറെ പുതിയ പരിപാടികളൊക്കെ ഉണ്ട്. എന്നാ സ്നോ ഒക്കെ ഉണ്ട് അല്ലേ? റെയിലിന് ഓൾറെഡി പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ആദ്യം സ്നോ ആണോ റെയിലിനെ? ഓക്കെ, അപ്പൊ നമ്മള് എല്ലാവർക്കും കേറാം, പക്ഷെ എങ്ങനെയാവുന്നൊന്നും അറിയാൻ പാടില്ല. ചേട്ടേ ഷൂ ഇട്ടേ, കുഴപ്പമില്ല. ഇത് പുതിയത് വന്നാട്ടോ, കഴിഞ്ഞോണൊന്നും ഇപ്പൊ ഇതുകൂടി ഉണ്ടായിരുന്നില്ല. ഇതിൽ കയറാൻ പോണെന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മള്. ഇതിനകത്ത് കയറിയേക്കും കേട്ടോ. റെയിലിനെന്ത് റെയിലിന് ഭയങ്കര റേറ്റിയാ ഡാഡി. കർത്താവേ ചിക്കുറിനൊരു കർത്താവേ കാത്തുള്ളേ. റെയില് ഇവിടെ ഉണ്ട്. റെയില് സേ ഹായ് ചിക്കു. ഹായ് മമ്മി. ഹായ്. ഭയങ്കര തണുപ്പല്ലേ? റെയില് ഭയങ്കര ചിരിയാ. സോണിലേക്ക് ഞങ്ങൾ വന്നു. അപ്പം റെയിലാണെങ്കിൽ ഇത് വലിയ ദിവസം ഓടിപ്പോയി കഴിഞ്ഞു. ചിക്കുവിന് ചേട്ടായി വിട്ടിട്ടില്ല, അതുകൊണ്ട് ചിക്കു പോയിട്ട് എനിക്ക് ഛർദ്ദിക്കാൻ പറ്റും. ഞങ്ങൾ ആ സ്ഥാനത്ത് കയറി തന്നെ കറങ്ങിയതുകൊണ്ട് തല കറങ്ങണ്ട്, ഛർദ്ദിക്കാനൊക്കെ വരുന്നുണ്ട്. ചേട്ടായി ഇല്ലേ ടൈ ഛർദ്ദിക്കാൻ പറ്റില്ലേ? പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് വന്നോണ്ടേ. ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഇരിക്കാൻ പോലെ പറ്റണ ചിക്കു. എളുപ്പമല്ല അല്ലേ റെയിലിന് നോമാൻ ഉണ്ടാക്കല്? നല്ല കട്ടയല്ലേ?
ചിക്കുവിന് നിക്കാൻ പറ്റണില്ല. കൊച്ചിന്റെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. കാരണം നമുക്ക് 5:30 വിശന്നു. നമ്മളതിനകത്തൊക്കെ കറങ്ങി തിരിഞ്ഞപ്പോൾ പിന്നെ സ്നോ പ്ലേ കഴിഞ്ഞപ്പോൾ നമുക്കൊന്ന് വിശന്നു. ഈ റെയിലിൻ്റെ അടുത്തത് എൻ്റെ എണ്ണെന്ന് പറഞ്ഞ് പ്രിൻസസ് മേക്കപ്പ് ഉണ്ട് ഇവിടെ, അതിന് പോവുകയാണ്. പിന്നെ അതെന്താവും അറിയാൻ പാടില്ല. ഇതാന്ന് ഡാഡി, ഏത് ഇവിടെ അതെ അവിടെ അത് ഇതെന്താ സംഭവം? ഇത് നമ്മൾ കഴിഞ്ഞ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഇഗ്ലൂ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. ഇഗ്ലൂ എക്സ്പീരിയൻസ് ചെയ്യാൻ അതിനകത്തിരുന്ന് നമുക്ക് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ പരിപാടിയുണ്ട്. അതിന് നമ്മൾ പ്രത്യേകം ചാർജ് ചെയ്യണം. എനിവേ ഞങ്ങൾക്ക് ഇഗ്ലൂവിനോട് അത്ര താല്പര്യമൊന്നുമില്ല. ഇതേതാന്നേ കണ്ടോ, ഇവിടെയാണ് ഈ പ്രിൻസസ് മേക്കപ്പ് നടക്കുന്നത്. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കാം എന്താണ് സംഭവം നമുക്ക് അറിയാൻ പാടില്ല. ഡെയിലിയും പറയുന്നു ഒന്ന് പോണമെന്ന്. നോക്കട്ടെ എന്താന്ന്. അപ്പോയിൻമെന്റ്സ് ഇല്ലപ്പോൾ അത് സോൾഡ് ഔട്ട് ആയിരുന്നു കണ്ടോ. ഇത് നേരത്തെ ബുക്ക് ചെയ്യണമായിരുന്നു. അപ്പം നമ്മളിനി അടുത്തത് ഫെറീസ് വീൽ കയറാനാണ് പോകുന്നത്. അപ്പം നമ്മൾ ഫെറീസ് വീൽസിൽ കയറിയേക്കുവാണ്. ഡാഡി ഒരു ഹായ് പറഞ്ഞേ. ആകാശ ഊഞ്ഞാല്. ഓക്കെ, ഇവിടെ എന്താ പരിപാടി നടക്കുന്നുണ്ട്. ഇയാൾ ഐസ്ക്രീം കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കോ. അവിടെ നിൽക്കണമല്ലോ. ഇത് പ്രിൻസസിനെ ഒരു കുട്ടി ഉണ്ടാക്കുമല്ലോ പുള്ളി. അത് മറ്റേ എല്ലായിടത്തും ലൈറ്റിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ എന്ത് സംഭവം ഉണ്ട് കേട്ടോ. ഓ ഇതാണ് റെയിലും പറഞ്ഞേ ന്യൂ റൈഡ്, ഇതിനകത്ത് കയറണം എന്ന്. ഇവിടെ കുഞ്ഞു കാറൊക്കെ ഉണ്ട് കേട്ടോ, അതിനകത്തൊക്കെ കയറണം. നമുക്ക് വാ വാ വാ. എന്റെ റെയിലിൽ ഇതൊക്കെ കണ്ടുവെച്ചോണ്ടോ പോകുന്നേ. ചിക്കു വണ്ടി ഓടിക്കാൻ കയറിയേക്കുവാണ്. എൻ്റെ ഡാഡി റെയിലിനോടി ഇരിക്കുന്നുണ്ട് കേട്ടോ. വീണ്ടും വീണ്ടും കാണാനൊക്കെ ഉണ്ട് കേട്ടോ. അതിന് പോകാം, എവിടെ പോയിട്ട് വരാം. I am risking one day for this. അടുത്ത സ്ഥലം കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. നമ്മൾ ആ റൈഡിൽ ഇവിടെ കയറി. ഈ അടുത്ത് എൻ്റെ കയ്യിലെ മാപ്പൊക്കെ ഇട്ടുണ്ട്. അതിൽ കയറാം. ഇവിടുത്തെ പോയിട്ട് തിരിച്ചു വരാം. റെയിലിൽ ചോക്ലേറ്റ് വാഴോ ഇതിൽ കയറാനാണ് വന്നേക്കുന്നത്. അപ്പൊ നമ്മള് ഇപ്പൊ പോയ മേളിൽ കൂടെ പോയ ആ റൈഡ് എങ്ങനെയുണ്ടായിരുന്നു? നല്ലതാണ്. ട്രോമറ്റൈസിംഗ് ആയിരുന്നോ? ഡാഡിക്ക് പേടിയായോന്ന് അതില്? അയ്യോ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായി. ഞാൻ അവിടെ കിടന്ന് ഭയങ്കര അലർച്ചയായിരുന്നു ചേട്ടായി.
സംഭവിച്ചത് അറിയാൻ പറ്റുള്ളൂ. ഇതാണോ ഫേസ് പെയിന്റിങ്? പോയി കണ്ടോ? ചിക്ക് നേരെ നോക്കി കിടക്കാം.